ഏവരെയും മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അമേരിക്കയുടെ സകല പ്രതാപങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് കാലിഫോർണിയയിൽ കാട്ടുതീ പടർന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. 13,000-ലധികം വീടുകൾ കത്തി നശിക്കുകയും ഏതാണ്ട് 2 ലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഹോളിവുഡ് താരങ്ങളുടെ ആസ്ഥാനവും കുന്നിൻ പ്രദേശവുമായി പസഫിക് പാലിസേഡിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ആരംഭിച്ച കാട്ടുതീ ജാമി ലീ കർട്ടിസ്, ബില്ലി ക്രിസ്റ്റൽ, മാൻഡിക്കൂർ, പാരീസ് ഹിൽട്ടൺ തുടങ്ങി നൂറുകണക്കിന് ഹോളിവുഡ് സെലിബ്രിറ്റികളുടെ വീടുകളാണ് ഇപ്പോൾ കത്തി നശിച്ചിരിക്കുന്നത്. ഔദ്യോഗിക കണക്ക് പ്രകാരം 16 പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിലും എത്രയോ വലിയ കണക്കുകൾ പുറത്തു വരാനുണ്ട്. ഹോളിവുഡ് താരങ്ങളിൽ പലരും ഇന്നേവരെ ഉണ്ടാക്കിയ മുഴുവൻ സ്വത്തുകളും നശിച്ച് തീയിൽ വെണ്ണീറായിരിക്കുകയാണ്. അവരിൽ ഭൂരിപക്ഷവും ഇന്ന് പിച്ചക്കാരായിരിക്കുകയാണ്. ലോസ് ആഞ്ചലസിലെ കാട്ടുതീയിൽ വീട് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വിവരിക്കുന്നതിനിടെ CNN ചാനലിൽ പൊട്ടിക്കരഞ്ഞ അമേരിക്കൻ നടൻ ജെയിംസ് വുഡ്സി പലസ്തീനികളെ കൊന്നൊടുക്കാൻ ആഹ്വാനം ചെയ്യുകയും ഗസയിലെ വെടിനിർത്തലിനെ ശക്തമായി എതിർക്കുകയും ചെയ്ത ഒരു നടനാണ്. അയാൾ ഇന്ന് വെറും പിച്ചച്ചട്ടി എടുത്തിരിക്കുകയാണ്. ഇത് ഒരു ദൈവിക നീതി തന്നെയാണ്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും ഭവാൻ, മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. ഞാനിത് പറഞ്ഞത് ഗസയിലെ കുരുന്നുകളെയും സ്ത്രീകളെയും കൊല്ലാൻ ഇസ്രായേലിനെ ഏറ്റവും അധികം സപ്പോർട്ടും സാമ്പത്തിക സഹായവും നൽകി വന്നത് ഇയാൾ മാത്രമല്ല, ഹോളിവുഡിലെ പല പ്രമുഖരുമാണ്. ക്ലസ്റ്റർ ബോംബുകളും ബങ്കർ ബസ്റ്റർ ബോംബുകളും മാരക പ്രഹരശേഷിയുള്ള മിസൈലുകളും അയച്ച് നിരാലംബരായ 2 ലക്ഷത്തിലധികം ആളുകളെ ആക്രമിക്കുന്നത് കണ്ട് കൈകൊട്ടിച്ചിരിച്ച ഹോളിവുഡ് താരങ്ങൾ അതിലും വലിയ തീയിൽപ്പെട്ട് ഉടുതുണി പോലുമില്ലാതെ സകലതും നഷ്ടപ്പെട്ട് അത്യുച്ചത്തിൽ നിലവിളിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ലോസ് ആഞ്ചൽസിൽ നിന്നും പുറം ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗസയിൽ നിന്നും ഓടിപ്പോയവരിൽ എത്രയോ അധികം ലക്ഷങ്ങളാണ് ഇപ്പോൾ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിൽ നിന്നും ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ അന്ധവിശ്വാസികളായ അമേരിക്കക്കാർ പറയുന്നത് ഹോളിവുഡ് ദൈവശാപം ഏറ്റ പ്രദേശമാണ് എന്നാണ്. അവിടേക്ക് ആരും പോകരുത് എന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുന്നതായി അമേരിക്കൻ പത്രങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ അന്ധവിശ്വാസം അത്രയധികം വലുതാണ്. കാരണം ഈ കുഞ്ഞുങ്ങളെയും ഈ സ്ത്രീകളെയും കൊന്നൊടുക്കാൻ ഹോളിവുഡ് അത്രയധികം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് അമേരിക്കക്കാർക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാവർക്കും നന്നായി തന്നെ അറിയാം. ഇന്ന് ആ ഹോളിവുഡ് പൊട്ടിക്കരയുകയാണ്. അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിശൈത്യത്തിലും അപ്രതീക്ഷിതമായി നിയന്ത്രിക്കാനാവാതെ പടർന്നു കയറുന്ന കാട്ടുതീ ദൈവനീതിയുടെ ഒരു ശിക്ഷയാണെന്ന് പറഞ്ഞാൽ അതിൽ പരിഭവിക്കാനൊന്നുമില്ല. ഹോളിവുഡിനും അമേരിക്കയ്ക്കും ഇന്ന് ദൈവനീതി വന്നെത്തിയിരിക്കുകയാണ്. വിശ്വാസികളായ എല്ലാവരും ഇക്കാര്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. ദൈവം നിരാലംബർക്ക് മേൽ എന്നും കാരുണ്യം ചൊരിയും എന്നവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയകളിലും വാർത്തകളിലും അമേരിക്കയുടെ ഈ തീയെക്കുറിച്ച് വളരെയധികം ചർച്ചകളാണ് നടക്കുന്നത്. ദൈവത്തിൻ്റെ കരങ്ങൾ നേരിട്ട് പ്രവർത്തിച്ചു എന്ന് വിശ്വസിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ഹോളിവുഡ് പ്രദേശത്തെ കരണ്ടും വെള്ളവും എല്ലാം നശിച്ചിരിക്കുന്നു. ഉടുക്കാനും കുടിക്കാനും ഭക്ഷിക്കാനും ഒന്നുമില്ല. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണവും വെള്ളവും വസ്ത്രവും അവിടേക്ക് വാഹനങ്ങളിൽ ആളുകൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവ സൂക്ഷിക്കാൻ സ്ഥലമില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത. ഈ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നിടത്തേക്ക് കാട്ടുതീ പടർന്നു വെത്താൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്കയുടെ പോലീസ് അവരെ താക്കീത് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം വസ്തുക്കൾ ഒരിടത്ത് കരുതി വയ്ക്കാൻ പോലീസ് അനുവദിക്കുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ശിക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ച്. ഇത് അതികഠിനമായ ദൈവിക ശിക്ഷ തന്നെയാണ്. സാധാരണ ഇത്തരം ദുരന്തങ്ങൾ നടക്കുന്ന പ്രദേശത്ത് അവർക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രവും വെള്ളവും എല്ലാം കരുതി വയ്ക്കാൻ ഒരു പ്രത്യേക സ്ഥലമുണ്ടാവും. എന്നാൽ ഹോളിവുഡിൽ ഇന്ന് അതിന് കഴിയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ വെള്ളത്തിനോ ഒന്നും യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ പണം ദൂർത്തടിക്കുന്ന ഒരു ജനതയാണ് ഈ പ്രദേശത്തുള്ളത് എന്ന് തന്നെയാണ്. ലോകത്തുള്ളതിൽ ഏറ്റവും ധനികരായ കുറെ മനുഷ്യർ തിങ്ങിപ്പറക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഹോളിവുഡ് എന്ന് പറയുന്നത്. അതൊരു മലമ്പ്രദേശമാണ്. ഇവർ ജീവിക്കുന്ന ഈ സ്ഥലങ്ങളിലേക്ക് സാധാരണക്കാർക്ക് സ്ഥലം വാങ്ങാൻ കഴിയില്ല, വീട് വാങ്ങാൻ കഴിയില്ല. അത്രയധികം വിലയുള്ള ഏരിയയാണ്. അവിടെയാണ് 130 കിലോമീറ്റർ വേഗതയിൽ കൊടുങ്കാറ്റടിച്ചുകൊണ്ട് കാട്ടുതീ പടർന്നു കയറുകയാണ്. നിയന്ത്രിക്കാനുള്ള യാതൊരു മാർഗവും ആരുടെയും മുന്നിൽ തെളിയുന്നില്ല.
ഗസയിലെ നിരാലംബരായ ജനങ്ങൾക്കുള്ള കുടിവെള്ളവും ഭക്ഷണവും തടഞ്ഞു നിൽക്കുന്ന സയനിസ്റ്റുകളെ കണ്ട് ആഹ്ലാദിച്ച ഈ ഹോളിവുഡ് താരങ്ങൾ ഇന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിനായി നിലവിളിക്കുകയാണ്. വിശപ്പിന്റെ വില എന്താണെന്ന് അവർ ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിഭയാനകമായ തീ ബോംബുകളും നശീകരണ ആയുധങ്ങളും ഇസ്രായേലിന് നൽകിയ അമേരിക്ക സ്വന്തം രാജ്യത്ത് പടർന്നു കത്തുന്ന തീ അണയ്ക്കാൻ ഒരു കുട വെള്ളം പോലുമില്ലാതെ തീയിൽ നിന്നും ഉള്ളതെല്ലാം വിട്ടെറിഞ്ഞ് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോളാൻ ജനങ്ങളെ ഉപദേശിക്കുന്നത്. ഒരു ഭരണകൂടം പരാജയപ്പെടുന്നത് സ്വന്തം ജനങ്ങളെ രക്ഷിക്കാൻ കഴിയാതെ അവർ ചത്തൊടുങ്ങുന്നതും അവരുടെ സ്വത്തുക്കൾ മുഴുവൻ നശിക്കുന്നതും കാണുമ്പോഴാണ്. അതല്ലാതെ മറ്റു രാജ്യങ്ങളിൽ കൊണ്ടുപോയി കുറെ ബോംബുകൾ ഇട്ട് അവിടെയുള്ള ആളുകളെ കൊന്നെടുക്കുമ്പോഴല്ല, സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഒരു ഭരണകൂടം പരാജയപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അമേരിക്ക അക്കാര്യത്തിൽ ഇന്ന് പരാജയമാണ്. ജനുവരി 20 മുൻപ് മുഴുവൻ ബന്ദികളെയും വിട്ടു നൽകിയില്ലെങ്കിൽ ഗാസ നരകമാക്കും എന്ന് നിയുക്ത പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു തീരുന്നതിന് മുൻപായി തന്നെ അതേ നരകം തീക്കാറ്റായി അമേരിക്കയുടെ ഏറ്റവും വിലപ്പെട്ട നഗരത്തെ തന്നെയാണ് ആക്രമിച്ച് കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന പഴഞ്ചൊല്ലിന് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിലെ പുതിയ പാഠമാണ് അമേരിക്ക ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഒരിക്കലും നശിക്കില്ല എന്ന് വിശ്വസിക്കുന്നവർ ലോകത്ത് ഒരുപാടുണ്ട്. എന്നാൽ ഇതുപോലെ ഒരു തീക്കാറ്റോ ഭൂമികുലുക്കമോ കൊടുങ്കാറ്റോ പേമാരിയോ പോലുള്ള ചില പ്രകൃതി ദുരന്തങ്ങൾ മാത്രം മതി ഏത് രാജ്യത്തെയും നശിപ്പിച്ച് നാറാണക്കല്ല് പറിക്കാൻ. അത് അമേരിക്കയെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്. കാരണം ന്യൂക്ലിയർ ബോംബുകൾ ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും പ്രധാനമായ ഏറ്റവും വിലപ്പെട്ട ആയുധങ്ങൾ ഗർഭത്തിൽ ധരിക്കുന്ന അമേരിക്ക പൊട്ടിത്തെറിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം മതി എന്ന് ഇത്തരക്കാർ ചിന്തിച്ചാൽ മതി. എന്നിട്ടും അമേരിക്ക തകരില്ല എന്ന് വിശ്വസിക്കുന്ന വിഡ്ഢികൾ മണലിൽ മുഖം പൂഴ്ത്തി ഉറങ്ങുന്നവരാണ്. അവരുടെ ശരീരം മണ്ണിന് പുറത്താണ് എന്നവർ ചിന്തിക്കുന്നില്ല. എന്നാൽ ലോസ് ആഞ്ചലസിലാണ് ഈ തീപിടുത്തമുണ്ടായെങ്കിലും അത് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ഇസ്രായേലിനെ തന്നെയാണ്. കാരണം ഇസ്രായേലികൾ മുഴുവനായി തന്നെ ഇന്ന് നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തുകയാണ്. കാലിഫോർണിയയിലെ സിനഗോഗുകൾ മുഴുവൻ കത്തി നശിക്കാൻ കാരണം ഗസയിലെ നിരാലംബരായ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്തതുകൊണ്ടാണ് എന്ന് ഇസ്രായേലികൾ നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തുന്നു. ഇത് നെതന്യാഹു എന്ന ആ ക്രൂരന്റെ ക്രൂരതയുടെ ഫലമാണ്. ഇയാളുടെ ഭരണത്തിന് കീഴിൽ ഇസ്രായേൽ എന്ന രാജ്യം മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ സിനഗോഗുകളും നശിക്കുമെന്ന് ഇന്ന് ഇസ്രായേലികൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ ഭരണത്തിൽ നിന്ന് താഴെയിടണമെന്ന് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാശങ്ങളെയും നഷ്ടങ്ങളെയും അതിജീവിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെങ്കിലും ഈ സംഭവം അമേരിക്കയ്ക്ക് ഒരു താക്കീതാണ്. അമേരിക്കയ്ക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ക്രൂരന്മാർക്കും നൽകുന്ന ഒരു പാഠമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുമായിട്ടുള്ള ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.